അപ്പോൾ HCl എന്താണ് ഭയങ്കര വീര്യമുള്ളൊരു ആസിഡാണെന്ന് അറിയാം. അപ്പം നമ്മുടെ ശരീരത്തിൽ HCl പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനൊന്നും സംഭവിക്കാത്തത്? മെറ്റലിന് വരെ ഡിസോൾവ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റൊമക്കിനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊന്നും സംഭവിക്കാത്തതെന്ന് ആലോചിച്ചോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ മ്യൂക്കസ് ലെയർ ഉള്ളതുകൊണ്ടാണ്. മ്യൂക്കസ് നല്ല രീതിയിൽ നമ്മുടെ സ്റ്റൊമക്കിൽ കവറിങ് കൊടുക്കുന്നുണ്ട്. അപ്പം HClന് ബാക്കി സ്റ്റൊമക്കിൻ്റെ സെല്ലിൽ നിന്ന് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ ബൈകാർബണേറ്റ്സ് ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ സെല്ലിൽ ഭാഗത്ത്. അപ്പോൾ ഈ ബൈകാർബണേറ്റ്സ് എന്ന് പറയുന്നത് ആൽക്കലീനാണ്. അപ്പം HClലും വരുന്ന സമയത്ത് ഓവർ ആയിട്ട് ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൈകാർബണേറ്റും സഹായിക്കും. അപ്പം മ്യൂക്കസിൻ്റെയും ബൈകാർബണേറ്റിൻ്റെയും പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് HCl പ്രൊഡ്യൂസ് ചെയ്തിട്ടും നമ്മുടെ സ്റ്റൊമക്കിലത്തെ സെല്ലുകളൊന്നും ഡിസ്ട്രോയ് ചെയ്യാത്തത്. ഇനി അല്ലാത്ത കേസിൽ, അതായത് ഇപ്പം HCl ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയം, ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എരിച്ചിൽ വരണതും ഈ HCl പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. HCl ഭക്ഷണം ഇല്ലാത്ത സമയത്തും പ്രൊഡ്യൂസ് ചെയ്യും. കാരണം വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു ഇമ്പൾസാണ്, ഒരു സ്റ്റിമുലസ് ആണ്. അപ്പം അത് കിട്ടിക്കഴിയുമ്പം ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് HCl പ്രൊഡ്യൂസ് ആയിട്ട് ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. പക്ഷേ അവിടെ ഫുഡില്ലാത്ത പക്ഷം ഈ HCl ആസിഡ് വരുമ്പോഴാണ് നമുക്ക് എരിച്ചിൽ വരിക. നമുക്കിങ്ങനെ വയറെരിയണു എന്നൊക്കെ പറയില്ലേ, അത് ആ ഒരു സംഭവം വരുന്നതുകൊണ്ടാണ്. മാത്രമല്ല ഈ HCl ഇങ്ങനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മ്യൂക്കസ് ലെയറിനൊക്കെ അത് തകർക്കും. എന്നിട്ട് ഈ സ്റ്റൊമക്കിലെ സെല്ലിനെയും അത് എഫക്റ്റ് ചെയ്യും. ആ സംഭവമാണ് അൾസർ എന്ന് പറയുന്നത്. ഇപ്പം സ്റ്റൊമക്കിൽ അൾസർ എന്ന് പറയില്ലേ, വയറിൽ. അപ്പം ആ അൾസർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കൂടുതലായിട്ടും HCl പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അൾസർ ഉണ്ടാവുക.